കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്താവിഷയത്തിനായിട്ട് ഇയ്യോബിൻ്റെ പുസ്തകം 14 അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളങ്കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തീയ ജീവിതം ഫലപ്രദവും ജയകരവുമായി തീരണമെങ്കിൽ ആത്മനിയോഗപ്രകാരം ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് ഫലപ്രദമായി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിയത്തുള്ളൂ. പാപത്തിൽ നിന്നും ലോകത്തിൽ നിന്നും വേർപെട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി മാത്രം യാത്ര ചെയ്യുന്ന, ദൈവത്തിൻ്റെ വചനപ്രകാരം മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു കഷ്ടം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഫലപ്രദമായ ഒരു വൃക്ഷം പോലെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിക്കകത്ത് ദൈവകൃപകൾ കൊണ്ട് നിറയുവാനും ആന്തരിക പുതുക്കം ഉള്ള ഒരു വ്യക്തിക്ക് നിശ്ചയമായിട്ടും അതേ സ്തോത്രം, സാഹചര്യങ്ങൾ എന്തു വന്നാലും അതെ അവനെ ഉലയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. എവിടെ ഒരു വൃക്ഷം വെട്ടപ്പെട്ട് അല്ലെങ്കിൽ വെട്ടിയിട്ടോ അവിടെ അതേ സ്തോത്രം ഒരു കിളിർപ്പ് വരുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുമ്പോൾ എവിടെ പരിശുദ്ധാത്മാവെന്ന ആ വെള്ളത്തിൻ്റെ ഗന്ധം അടിക്കുമ്പോൾ, ഹല്ലേലൂയ, എവിടെ വെട്ടി അഴുകിപ്പോയെന്ന് പറഞ്ഞാലും അവിടെ ഒരു കിളിർപ്പുണ്ടാകുവാൻ ഇടയാകും. അതുപോലെ എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ നമ്മൾ പരിഹസിക്കപ്പെട്ടോ, എവിടെ നമ്മളെ താഴ്ത്തിക്കളഞ്ഞോ അവിടെ ആണ് ഒരു കിളിർപ്പ് ഉണ്ടാകാൻ പോകുന്നത്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് പകൽക്കാലം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ എവിടെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തോ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ഗന്ധമടിക്കുമ്പോൾ ആ വൃക്ഷം വെട്ടിയിട്ടടുത്ത് തന്നെ ആ വേരിൽ നിന്ന് തന്നെ ഒരു കിളിർപ്പ് ഉണ്ടാകുകയും അവിടെ ഫലപ്രദമായ ഒരു വൃക്ഷമായി അത് തീരുവാനും ഇടയാകുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഗന്ധം തട്ടി എവിടെ വെട്ടപ്പെട്ട ഇടമാണോ അവിടെ തന്നെ കിളിർക്കാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കും. എവിടെ തകർക്കപ്പെട്ടോ അവിടാണ് ദൈവത്തിൻ്റെ ഫലം ഉണ്ടാകുന്നത്. നമ്മുടെ മേലൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളെ ആർക്കും തകർക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം വലുതാണ്, ആർക്കും അത് വെട്ടിക്കളയുവാൻ കഴിയുകയില്ല. വെട്ടിയാലും അത് പൊട്ടിക്കിളിർക്കും. ഹല്ലേലൂയ, സ്തോത്രം. അഭിഷേകമുള്ളവനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ, എവിടെ നമ്മൾ അതേ സ്തോത്രം ദൈവകൃപയുടെയും വാഗ്ദത്തങ്ങളുടെയും ദൈവിക കൂട്ടായ്മയുടെയും നല്ല അനുഭവങ്ങൾ അതേ സ്തോത്രം നമുക്ക് ഉണ്ടെങ്കിൽ അത് കെട്ടുപോകുകയില്ല. നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം വലുതാണ്, അത് ആർക്കും വെട്ടിക്കളയുവാൻ കഴിയുകയില്ല. അത് വെട്ടിയാലും പൊട്ടിക്കിളിർക്കും. അഭിഷേകമുള്ളവനെ ആർക്കും തകർക്കുവാൻ കഴിയുകയില്ല. വാഗ്ദത്തങ്ങളുടെയും ദൈവിക കൂട്ടായ്മകളുടെയും നല്ല അനുഭവങ്ങൾ അത് കെട്ടുപോകുന്നതല്ല. നിത്യപർവ്വതങ്ങൾ തകർന്നാലും സഹസ്രാബ്ദങ്ങൾ മനുഷ്യൻ കല്ലറയ്ക്കകത്തിരുന്നാലും കർത്താവിൻ്റെ വരവിങ്കൽ കെട്ടുപോയി, അല്ലെങ്കിൽ എല്ലാം തകർന്നു പോയി, തരിപ്പണമായി പോയി, മരിച്ച് മണ്ണോട് മണ്ണായി ചേർന്നെന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവെന്ന ഗന്ധം അടിക്കുമ്പോൾ ആ വ്യക്തി എഴുന്നേൽക്കുവാൻ കഴിയും. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നമ്മൾ എവിടെ ഒരു അപകടമരണമാണോ അല്ലെങ്കിൽ വെള്ളത്തിലാണോ നമ്മൾ മരിച്ചത്, ഏതെങ്കിലും അവസ്ഥയിൽ എങ്ങനെയാണോ നമ്മൾ മരിച്ചത്, ആ മരിച്ചെടുത്തു നിന്ന് ദൈവത്തിൽ പ്രത്യാശയുള്ള, ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവിനെ ദൈവമായി സ്വീകരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ കർത്താവിൻ്റെ വരവിങ്കൽ എവിടെ വീണോ അവിടെ നിന്ന് ഹല്ലേലൂയ അവൻ എഴുന്നേൽക്കുവാൻ ഇടയാകും.
ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കഷ്ടതയ്ക്കകത്തൂടെ പോകുന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഇനിയും അതൊരിക്കലും കെട്ടുപോയി, ഇനി അതൊരിക്കലും അത് നടക്കത്തില്ല എന്ന് വിധി എഴുതിയ സ്ഥാനത്ത്, എവിടെ അസ്തമിച്ചു എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു ഉദയം പ്രഖ്യാപിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് പ്രിയ ദൈവപൈതലേ, ഏത് പ്രതികൂലത്തിലാണോ ഇപ്പം നീ ഇരിക്കുന്നത്, ആ വിഷയത്തിനകത്തെല്ലാം തകർന്നു പോയി. അസ്ഥിക്കൂമ്പാരങ്ങളിലേക്ക് നോക്ക്, ഈ അസ്ഥികൾ ജീവിക്കുമോ? മനുഷ്യപുത്രായ നെഹസ്കേലിൽ പറഞ്ഞതുപോലെ എല്ലാം തകർന്ന് സകലതും അതിൻ്റെ അസ്ഥികളെല്ലാം വേർവിട്ട് നിൽക്കുമ്പോൾ തന്നെ അസ്ഥിയോടും മാംസത്തോടും തൊക്കും വെച്ച് ശരീരത്തിൻ്റെ സകല ഭാഗങ്ങൾ ഫിനിഷിങ്ങിലെത്തി ജീവനുള്ള ദേഹിയായി ആ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിക്കുമ്പോൾ, ഹല്ലേലൂയ, ജീവനായി എഴുന്നേൽക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ട് നിൻ്റെ തലമുറയ്ക്കകത്ത് ഒരു ദൈവപ്രവൃത്തി ചാകാറായ ശേഷിപ്പിനെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം നിൻ്റെ തലമുറയുടെ മേൽ തൊടുവാൻ ഇടയാകും. ഹല്ലേലൂയ. എവിടാണോ നിരാശപ്പെട്ടിരിക്കുന്നത്, ആ അവസ്ഥയ്ക്കകത്ത് ദൈവം ഹല്ലേലൂയ ഒരു ഉയിർപ്പിൻ്റെ ശക്തി അയക്കാൻ പോവുകയാണ് ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയോ, എന്തെല്ലാം തകർന്നു പോയോ, ഇനി ഒരിക്കലും എഴുന്നേൽക്കുകയില്ല എന്ന് പറയുന്ന ചില പ്രവൃത്തികളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഗന്ധം അടിക്കുമ്പോൾ ജീവനോടെ എഴുന്നേൽക്കുവാൻ ഇടയാകും. അതുകൊണ്ട് ചില കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, ഇനി അത് നടക്കാൻ പോകുന്നില്ല. എന്നാൽ നടക്കത്തില്ല എന്ന് എപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടോ അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ധൈര്യമായിട്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഏത് വിഷയത്തിലായിക്കോട്ടെ, അതിനകത്തുനിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് എഴുന്നേൽപ്പിക്കും. സമാധാനമുള്ളവരായിരിക്കാൻ, ക്രിസ്തുവിൽ സന്തോഷമുള്ളവരായിരിക്കാൻ തക്കവണ്ണം സകല പ്രതികൂലങ്ങളെയും ഓവർകം ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഇന്ന് പകൽക്കാലവും നമ്മളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പിതാവേ, നല്ലൊരു പകൽക്കാലം ഞങ്ങൾക്ക് തന്നു കർത്താവേ. കഴിഞ്ഞ രാത്രിയൊക്കെ ഞങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾ പലപ്പോഴും പല പ്രതികൂലങ്ങൾ ഞങ്ങൾ അകപ്പെട്ട് ഇനിയും അതൊരിക്കലും ഞങ്ങൾക്ക് അതിനകത്തുനിന്ന് എഴുന്നേൽക്കുവാൻ കഴിയത്തില്ല, ഞങ്ങൾ അകപ്പെട്ടു പോയി, പിശാച് ഞങ്ങളെ തകർത്ത് കളഞ്ഞു, ഇനിയും അതെങ്ങനെ മുന്നോട്ട് പോകാനാണെന്ന് മാനസികമായി തകർന്നിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ഗന്ധമടിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, അതിലൊരു ഉയിർപ്പ് ഉണ്ടാകുന്ന ദിവസമാകയാൽ നന്ദി പറയുന്ന കർത്താവേ. നിൻ്റെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഭാരപ്പെട്ട് ആരോടും പറയുവാൻ കഴിയാതെ തന്നെത്താൻ മാനസികമായി തകർന്ന് കണ്ണുനീരോടിരിക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ, ഹല്ലേലൂയ, തലമുറയുടെ കാര്യത്തിലായിക്കോട്ടെ കർത്താവെ, തൻ്റെ കുടുംബ ജീവിതത്തിലായിക്കോട്ടെ, തൻ്റെ കുടുംബത്തിലെ കർത്താവെ സഹോദരങ്ങളുമായി ബന്ധത്തിലായിക്കോട്ടെ, ഏതെങ്കിലും അവസ്ഥകളിൽ കൂടി കഷ്ടം അനുഭവിക്കുന്ന നിൻ്റെ മക്കളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ഉയിർപ്പിൻ്റെ പകൽക്കാലമായി തീർന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകല വിധത്തിലും കർത്താവെ നിൻ്റെ കുഞ്ഞുങ്ങളെ ശക്തിപ്പെടുത്തി എഴുന്നേൽപ്പിക്കുന്ന പകൽക്കാലമാകയാൽ സ്തോത്രം ചെയ്യുന്നു. സകല നിരാശയും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, നിരാശ പിശാചും പ്രത്യാശ ക്രിസ്തുവുമാണെങ്കിൽ ക്രിസ്തു എന്ന പ്രത്യാശയിൽ ആമേൻ ഇന്ന് പകൽക്കാലം വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശയുണ്ട്. അത് വെട്ടിക്കളഞ്ഞാലും, എവിടെ വെട്ടിക്കളഞ്ഞോ, എവിടെ നിന്ദിച്ചോ, എവിടെ പരിഹസിച്ചോ അവിടെ ആ സ്ഥലത്ത് ഒരു കിളിർപ്പുണ്ടായി, സ്തോത്രം, നല്ല ഫലമായി തീർന്ന് അവർക്ക് അതിശയിക്കുമാർ ചില ദൈവപ്രവർത്തികൾ ഇന്ന് പകൽക്കാലം വെളിപ്പെടുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ സകല വിഷയത്തിൻ്റെ മേലും ശ്രദ്ധ വെച്ച് കേട്ട് അത്ഭുത വിടുതൽ അങ്ങ് അയച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.